ഹേ ഗൈസ്, കേരളത്തിൽ ഇപ്പം നടക്കുന്ന പ്രധാന വാർത്തകളെ കുറിച്ച് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അതെ ഗൈസ്, നമ്മളെ യുവതലമുറകളെല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം ആരാന്നറിയില്ലേ? ഈ മാർക്കോ, ആവേശം, 18-ാം പടിയെല്ലാം പോലത്തെ കച്ചറ സിനിമകൾ. ഇത് ആരാ പറയുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ. ആവേശം. അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, മറ്റേ കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. എന്റെ എന്തെല്ലാം കേൾക്കണം. നമ്മളെ സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഭയങ്കര ക്ലിയർ ആണല്ലോ. ഈ അക്രമ രാഷ്ട്രീയം ഒരു തരി പോലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ സമ്പ്രദായമല്ല ഈ കേരളത്തിലുള്ളത്. ഗൈസ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യമായിരിക്കും, നമ്മളെ മാർക്കോ സിനിമ ഇനി TV-യിൽ സംപ്രേഷണം ചെയ്യില്ല. ഈ TV-യിൽ സംപ്രേഷണം ചെയ്യൂല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പൊതുവേ സർട്ടിഫൈഡ് ആയ പടങ്ങളൊന്നും TV-യിൽ സംപ്രേഷണം ചെയ്യാറില്ല. ഗൈസ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓരോ ദിവസവും എണീറ്റ് നോക്കുമ്പോൾ ഓരോ വെറൈറ്റി ടൈപ്പ് വാർത്തകൾ. ഗൈസ്, ഈ 2025 എന്ന് പറഞ്ഞ വർഷം എന്നെ സംബന്ധിച്ചോളം കുറച്ച് വെറൈറ്റി വർഷം. ഒരു സമാധിയിൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം. ഇപ്പൊ എവിടെ എത്തിക്കുന്നത് കണ്ട. മെയിനായിട്ട് 2K പിള്ളമാരിലാണ് ഇത്തരത്തിൽ അക്രമ സ്വാധീനം വളർന്നു വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിയാണ് ഗൈസ്, നമ്മളിപ്പോൾ വാർത്തയെല്ലാം കേൾക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ ടൈപ്പ് റാഗിങ് കേസാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ കാരണം? ചില പണ്ഡിതന്മാരിൽ അവകാശപ്പെടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ, ആവേശം, 18-ാം പടിയെല്ലാം പോലത്തെ അക്രമ സ്വാധീനം കൂടിയ സിനിമകളാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാ പറയുന്നത്. പിന്നെ ഫ്രീ ഫയർ, PUBG, കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാം പോലത്തെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഗെയിമുകളും ഇതിന് കാരണമെന്നും പറയും. ഗൈസ്, വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവ വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി എന്തായിരിക്കും പ്രധാന കാരണം? ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാല, ഞാൻ ഒരു 2K കിഡാണ്. 2004 ഞാൻ ജനിച്ചത്. ഞാൻ മാർക്കോ സിനിമ കണ്ടതാണ്. മാർക്കോ അല്ല, അതിനെക്കാട്ടിയും കുറെ ബ്രൂട്ടലായിട്ടുള്ള ഹോളിവുഡ് കൊറിയൻ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്ന ഫ്രീ ഫയർ, PUBG, കോൾ ഓഫ് ഡ്യൂട്ടി കാണുന്ന ഗെയിം എല്ലാം ഞാൻ കളിച്ചിട്ടുമുണ്ട്. പക്ഷെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ചോര അടിച്ചിട്ടുണ്ടെങ്കിൽ തല ഇറങ്ങി പോകും. ഈ ഒരു കാര്യം ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2K കിഡ് മുഴുവൻ ഇത്തരത്തിൽ അക്രമ സ്വഭാവമുള്ളവരാന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. ഈ ചില പിള്ളമാരുടെ സിനിമേന്റെ രൂപത്തിൽ കാണാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഗൈസ്, നമ്മളെല്ലാം സിനിമ കണ്ടാൽ എങ്ങനെയാ? സിനിമ കാണും, അതേപോലെ അത് വിടും. അതേപോലെ തന്നെ ഈ താരാരാധന എന്ന് പറഞ്ഞ സംഭവം, ഓരോരോ സിനിമേന്റെ പേരിലുള്ള ഈ ഫാൻ ഫൈറ്റെല്ലാം നമ്മൾ കാണുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അത് അനക്കുണ്ട്, പക്ഷെ അതൊരു ലിമിറ്റ് വെച്ച് മാത്രം. അത് അതിര് കിടക്കുമ്പോൾ നീനക്കടിയും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകും. വെറും 15 വയസ്സ് മാത്രമുള്ള കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ അക്രമ സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സിനിമകൾ മാത്രമാണോ കാരണം? ഒരിക്കലും സിനിമ ഒരു കാരണം അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു 100-ൽ 10% സിനിമ ഒരു കാരണമായിരിക്കാം. ശരിക്കും നമ്മൾ എന്നാ ശ്രദ്ധിക്കണ്ടേ? മാർക്കോ സിനിമ റിലീസ് ആകുന്നതിന് തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു 18+ സിനിമയാണ്. 18 വയസ്സിൽ താഴെയുള്ള ആരും ഈ സിനിമ കാണാൻ പാടില്ല. തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് വരെ എല്ലാവരും ആധാർ കാർഡും ID കാർഡെല്ലാം വാങ്ങി 18 വയസ്സ് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എല്ലാവരും കയറ്റി വിട്ടിട്ടുള്ളൂ. പക്ഷെ വേറൊരു സംഭവം ഉണ്ടായി. ഇത്രയൊക്കെ നിർദ്ദേശങ്ങൾ ആ സിനിമേന്റെ ആൾക്കാർ നൽകിയിട്ടും കുറെ ലോക്കൽ തിയേറ്റേഴ്സിന്റെ ആൾക്കാർ കണ്ടമാനം 18 വയസ്സ് താഴെയുള്ള പിള്ളമാരെയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറ്റി വിട്ടത്. കേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം ഈ കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അക്രമവാസനകൾ കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയേറ്റർ ഉടമകളും അതിലൊരു ഭാഗവാക്കല്ലേ?